പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, 19-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ മരിയ ഭക്തനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഏതാണ്ട് 9-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവികമായ പദ്ധതികളും ലക്ഷ്യവും പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയും ഈശോയിലൂടെയും സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. 9-ാം വയസ്സിൽ ഒരു കൊച്ചു ബാലനായിരുന്ന വിശുദ്ധ ഡോൺ ബോസ്കോ ഒരു സ്കൂളിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായി അദ്ദേഹം ദർശനം കാണുകയാണ്. ഇപ്രകാരം കളിച്ചുകൊണ്ടിരുന്ന കൊച്ച് ജോണി ബോസ്കോ അടുത്തുണ്ടായിരുന്ന ചില കൂട്ടുകാരെ ശ്രദ്ധിച്ചപ്പോൾ അവരെ വളരെ അക്രമാസക്തരായി അസഭ്യ വാക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി ഉപദ്രവിച്ച് പരസ്പരം കലഹിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കൂട്ടുകാരെ കാണുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ ഈ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടി അവരെ അടിച്ചും തൊഴിച്ചും അവരെ ഉന്തി മാറ്റിയുമൊക്കെ ഈ വലിയ ഈ ബഹളത്തിൽ നിന്ന് അവരെ മാറ്റുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡോൺ ബോസ്കോ ഇപ്രകാരം ഓർത്തു, ഇവരെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചെങ്കിൽ മാത്രമേ ഇവരതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഇപ്രകാരം ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഡോൺ ബോസ്കോയുടെ അടുത്ത് സുന്ദരനായ ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. യുവാവ് ഡോൺ ബോസ്കോയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞെ, അടികൊണ്ടല്ല വടികൊണ്ടല്ല സ്നേഹം കൊണ്ട് മാത്രമേ നിനക്കിവരെ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ യുവാവിൽ നിന്ന് ഇത് കേട്ടയുടനെ ഡോൺ ബോസ്കോ അന്തിച്ചു പോവുകയാണ്. ആരായിരിക്കാം ഈ യുവാവ്? എന്തായിരിക്കാം ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം? ഡോൺ ബോസ്കോ തിരിച്ചു ചോദിച്ചു, വെറും 9 വയസ്സ് മാത്രം പ്രായമായ ഞാൻ എപ്രകാരമാണ് ഈ എൻ്റെ കൂട്ടുകാരെ അടികൊണ്ടും വടികൊണ്ടുമല്ലാതെ സ്നേഹം കൊണ്ട് കീഴടക്കുക? അപ്പോൾ ഈ യുവാവ് ഡോൺ ബോസ്കോയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു അധ്യാപികയെ തരും. ഈ അധ്യാപിക നിന്നെ സർവ്വ കാര്യങ്ങളും പഠിപ്പിക്കുമെന്ന്. ഉടനെ തന്നെ ഡോൺ ബോസ്കോ കാണുകയാണ്, തൻ്റെ തൊട്ടടുത്ത് സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ഡോൺ ബോസ്കോയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ സ്ത്രീ ഡോൺ ബോസ്കോയുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദർശനം. ഈ സ്ത്രീ ജോണി ബോസ്കോയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന ഈ സുഹൃത്തുക്കൾ എല്ലാം, ബഹളം വെച്ചുകൊടുന്ന സുഹൃത്തുക്കളെല്ലാം അക്രമാസക്തരായ ആനിമൽസായി, മൃഗങ്ങളായി മാറുകയാണ്. അക്രമാസക്തരായ വൈൽഡ് ആനിമൽസായി മാറുകയാണ്. ഉടനെ തന്നെ ഈ സ്ത്രീ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാനായി തോളിൽ കൈയിട്ട് അദ്ദേഹത്തെ നയിച്ച സമയത്ത് ഈ അക്രമാസക്തരായിക്കൊണ്ടിരുന്ന ക്രൂര മൃഗങ്ങളെല്ലാം വളരെ ശാന്തതയുള്ള കുഞ്ഞാടുകളായി മാറുന്ന അനുഭവമാണ്, ദർശനമാണ് ഡോൺ ബോസ്കോയ്ക്ക് നൽകുക. പിന്നീട് ഈ ജോണി ബോസ്കോ പഠിച്ച് ഈ ലോകം കണ്ട വളരെ വ്യത്യസ്തനായ ഒരു പുരോഹിതനായി മാറി എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അനാഥരും പാവപ്പെട്ടവരുമായ യുവതീ യുവാക്കൾക്കും വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന കുറ്റവാളികളുടെ അടുത്തേക്ക്, തെരുവിലലയുന്ന യുവജനങ്ങളുടെ അടുത്തേക്ക്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട യുവതി യുവാക്കന്മാരുടെ അടുത്തേക്ക്, ഫാക്ടറികളിൽ ബാലവേല ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഒരു വൈദികനായി കടന്നു ചെന്നുകൊണ്ട് അനേകം യുവതി യുവാക്കന്മാരെ രക്ഷിച്ച ഈ മഹാവിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ 72-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ഡോൺ ബോസ്കോ മരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ കിടന്ന സമയത്ത് ഡോൺ ബോസ്കോയുടെ അടുത്ത് ചെന്ന് ചില സഹോദരങ്ങൾ ഇപ്രകാരം ചോദിച്ചു, വിശുദ്ധ ഡോൺ ബോസ്കോ തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഡോൺ ബോസ്കോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായി ആണ് അറിയപ്പെട്ടിരുന്നത്. കാരണം അദ്ദേഹം ആരും ചെയ്യാത്ത മഹാ അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ചരിത്രം എഴുതിയ വ്യക്തികൾ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ്, മരിച്ചവരെ പോലും ഡോൺ ബോസ്കോ ഉയിർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്രകാരം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ ചെയ്ത ഡോൺ ബോസ്കോയുടെ മരണക്കിടക്കയിൽ അടുത്ത് ചെന്ന സഹോദരങ്ങൾ ചോദിക്കുകയാ, ഡോൺ ബോസ്കോ, താങ്കൾ ഒരു സാധാരണ വൈദികനാണല്ലോ,
എന്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എപ്രകാരമാണ് ഇത്ര വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുക? എപ്രകാരമാണ് ഈ അത്ഭുതങ്ങളിലും അടയാളങ്ങളുമൊക്കെ ഒരു സാധാരണ വൈദികനായ അച്ഛന് ചെയ്യുവാൻ സാധിക്കുക? അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഡോൺ ബോസ്കോ ഇവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: പാവം ഡോൺ ബോസ്കോ ഒന്നും ചെയ്തിട്ടില്ല, ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമാണ് എന്നിലൂടെ ഇത് മുഴുവനും ചെയ്തതെന്ന്. 9-ാമത്തെ വയസ്സിൽ പരിശുദ്ധയമ്മ തൻ്റെ ജീവിതത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുവെന്നും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഈ ലോകത്ത് തന്നെ എന്തൊക്കെ ചെയ്യുവാനായിട്ട് സ്വർഗം അനുവദിച്ചുവോ അത് മുഴുവനും ചെയ്തത് പരിശുദ്ധ കന്യകാ മറിയത്തിലൂടെയാണെന്നും പരിശുദ്ധ കന്യകാ മറിയം തന്നെയാണെന്നും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ വിശുദ്ധ ഡോൺ ബോസ്കോ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിത്യ സമ്മാനത്തിന് വേണ്ടി ഡോൺ ബോസ്കോ പോവുകയാണ്. വിശുദ്ധ ജെർത്രൂഡ് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ അനുഭവിച്ചതിന് ശേഷം ഇപ്രകാരം പറയുകയുണ്ടായി: അനുഗ്രഹീത കന്യകയുടെ ഭക്തരെ നരകത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും മാലാഖമാർ നിരന്തരം കാത്തു സംരക്ഷിക്കുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകനായ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് 1862 മെയ് മാസത്തിൽ സ്വർഗം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഈ കാലഘട്ടത്തിൻ്റെ അടയാളമാണ് എന്ന് വ്യക്തമാക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു ദർശനം നൽകുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പമാരും മെത്രാന്മാരും സഭയുമൊക്കെ അഭിമുഖീകരിക്കാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ചും ഇപ്രകാരം തകർന്നുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ എപ്രകാരം അതിനെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കുമെന്നും ഈ ദർശനത്തിലൂടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഡോൺ ബോസ്കോ ഒരു കാറ്റും കോളും നിറഞ്ഞ ഒരു കടൽ തീരത്ത് നിൽക്കുകയാണ്. കടലിൽ മാറി തിരമാലകളുടെ ഇടയിൽ ഒരു യുദ്ധക്കപ്പൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ യുദ്ധക്കപ്പലിൽ ഭീരങ്കികളുണ്ട്, വെടിക്കോപ്പുകളുണ്ട്, യുദ്ധം ചെയ്യാനുള്ള സകല ആയുധങ്ങളും നിറച്ച് ഈ യുദ്ധക്കപ്പൽ ഇളകിമറിയുന്ന കടലിൽ കൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏതോ മറ്റൊരു കപ്പൽ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. ആ കപ്പലിന് അടുത്തെത്തിയപ്പോൾ ഇവർ ഭീരങ്കി കൊണ്ടും തോക്ക് കൊണ്ടും മറ്റ് ആയുധങ്ങൾ കൊണ്ടുമൊക്കെ മുന്നിൽ കണ്ട അല്പം കൂടി ഉയർന്ന വലിയ ഒരു കപ്പലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡോൺ ബോസ്കോ കാണുക. ഈ കപ്പൽ ആരുടേതാണ് എന്നറിയുവാൻ വേണ്ടി ഡോൺ ബോസ്കോ ആ വലിയ കപ്പലിനെ തുറിച്ചു നോക്കുമ്പോൾ കാണുന്ന ഇപ്രകാരമാണ്: വെള്ള വസ്ത്രം ധരിച്ച ഒരു കപ്പിത്താനാണ് ആ കപ്പലിനെ നിയന്ത്രിക്കുക. ഡോൺ ബോസ്കോ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അത് മാർപ്പാപ്പയാണെന്ന്. ഈ കപ്പലിനുള്ളിലേക്ക് ഡോൺ ബോസ്കോ വീണ്ടും നോക്കുമ്പോൾ കാണുകയാ കത്തോലിക്ക സഭയുടെ കർദിനാൾമാരും മെത്രാന്മാരും ഒക്കെയാ ഈ കപ്പലിനെ നിയന്ത്രിക്കുകയും അവർ തിരിച്ച് യുദ്ധം ചെയ്യുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. എന്നാൽ ഈ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ കപ്പൽ വളരെ ശക്തമായതിനാൽ മാർപ്പാപ്പയുടെ കപ്പലിന് അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ മാർപ്പാപ്പയുടെ കപ്പൽ പരാജയപ്പെട്ടു പോകുന്ന ദയനീയമായൊരവസ്ഥ ഡോൺ ബോസ്കോ കാണുകയാണ്. ഉടനെ തന്നെ ഡോൺ ബോസ്കോ കാണുന്ന ഇപ്രകാരമാണ്: മാർപ്പാപ്പ ഈ കപ്പലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാനായി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ മറ്റേ കപ്പൽ, എതിർ വശത്തുള്ള കപ്പൽ കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ കപ്പലിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വിഷമിച്ച് ഈ കപ്പലിനെ നിയന്ത്രിക്കുവാനായി കഷ്ടപ്പെടുന്ന മാർപ്പാപ്പ ഇവിടെ മുൻപിൽ പെട്ടെന്ന് മറ്റൊരു സംഭവം ഡോൺ ബോസ്കോ കാണുകയാണ്. അല്പം ദൂരെ കടലിന് നടുവിൽ നിന്ന് 2 തൂണുകൾ ഉയർന്നു വന്നു. ഒന്നാമത്തെ തൂണിന് മുകളിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തൂണിനടിയിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമെന്ന്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു തൂണും പ്രത്യക്ഷപ്പെടുകയാണ്. ഈ തൂണിനടിയിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ക്രിസ്ത്യാനികളുടെ രക്ഷയെന്ന്, വിശ്വാസികളുടെ രക്ഷയെന്ന്. ഈ തൂണിൻ്റെ മുകളിൽ ഡോൺ ബോസ്കോ കണ്ടത് വലിയൊരു ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യ ഈശോ ഈ തൂണിന് മുകളിൽ എഴുന്നള്ളി നിൽക്കുകയാണ്. ഇത് കണ്ടയുടനെ തന്നെ മാർപ്പാപ്പയും മെത്രാന്മാരും
വളരെ കഷ്ടപ്പെട്ട് തങ്ങളുടെ കപ്പലിനെ ഈ തൂണുകളുടെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ കപ്പൽ ഈ തൂണിൻ്റെ ദിശയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ശത്രു കപ്പൽ പരാജയപ്പെടുകയും മാർപ്പാപ്പയുടെ കപ്പലിൻ്റെ ദിശ ഈ തൂണുകളുടെ അടുത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സമയത്ത് ശത്രു കപ്പൽ വിജയം വരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോൺ ബോസ്കോ കണ്ടു. പിന്നീട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മാർപ്പാപ്പ ഈ കപ്പലിനെ ഈ തൂണുകളുടെ അടുത്തേക്ക് നയിക്കുകയും ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തൂണിലും വിശ്വാസികൾ രക്ഷയെന്നെഴുതിയ ദിവ്യകാരുണ്യത്തിൻ്റെ തൂണിലും ഈ കപ്പലിനെ അടുപ്പിച്ച് കെട്ടിയിട്ടപ്പോൾ വളരെ അത്ഭുതകരമായി ശത്രു കപ്പൽ അവിടെ ഒടിഞ്ഞു നുറുങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളെല്ലാം നശിക്കുകയും ചെയ്യുന്ന ഒരു ദർശനം ഡോൺ ബോസ്കോയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളമാണ് എന്നും ഈ കാലഘട്ടത്തിൽ സഭയെ രക്ഷിക്കുവാൻ, സഭയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും വിശുദ്ധരിൻ്റെ ഈ ദർശനത്തിലൂടെ സ്വർഗം വെളിപ്പെടുത്തുകയാണ്. ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ഈ ലോകത്തിൽ സകല ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയമാകുന്ന തൂണിൽ നങ്കൂരമിടണം, വിശുദ്ധ കുർബാനയാകുന്ന തൂണിൽ നങ്കൂരമിടണം എന്ന് സ്വർഗം വെളിപ്പെടുത്തി തരികയാണ്. ഇന്ന് ലോകം മുഴുവനും സഭാവിരോധികൾ സഭയ്ക്കെതിരായും സഭാ അധികാരികൾക്കെതിരായും സഭാവിശ്വാസികൾക്കെതിരായും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ സഭാവിരോധികൾ സത്യസഭയെ തകർക്കുവാനായി വളരെ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുവാനായി സ്വർഗത്തിൽ നിന്ന് നേരിട്ടിറങ്ങി വന്ന ദൈവപുത്രൻ്റെ ആ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ചില രാജ്യങ്ങളിൽ ഭരണാധികാരികൾ നിയമങ്ങൾ പോലും കൊണ്ടുവന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയെ തകർക്കുവാനായി ലോകം സംഘടിതമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനായി, സഭാ നേതൃത്വത്തെ അവഹേളിക്കുവാനായി സംഘടിതമായും കൂട്ടായ്മയായും സഭാവിരോധികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയെ രക്ഷിക്കുവാനായി, സഭയെ പടുത്തുയർത്തുവാനായി സ്വർഗം നൽകിയിരിക്കുന്ന കാലത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ക്രൈസ്തവനും ഭയപ്പെടേണ്ട കാര്യമില്ല. പരിശുദ്ധ അമ്മയുടെ തിരുക്കാപ്പിൽ പൊതിഞ്ഞ് സഭയെയും സഭാവിശ്വാസികളെയും കാത്തു സൂക്ഷിക്കുമെന്നത് സ്വർഗത്തിൻ്റെ വാഗ്ദാനമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതകളാണ് ഐസിസിൻ്റെയും ബൊക്കോ ഹറാമിൻ്റെയും ഒക്കെ ഇടപെടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നൈജീരിയയിലെ ഒരു ബിഷപ്പ് ഒലിവർ ഡാഷ് എന്ന് പറയുന്ന അഭിമന്യ പിതാവ് നൈജീരിയയിൽ ബൊക്കോ ഹറാം ആഞ്ഞടിച്ച് ക്രൈസ്തവരെ മുഴുവൻ തകർത്തുകൊണ്ടിരുന്നപ്പോൾ, മൃഗീയമായി ക്രൈസ്തവ വിശ്വാസികൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ, നമ്മുടെ ഇടവകകളും ദേവാലയങ്ങളും ഒക്കെ ബോംബ് വെച്ചും മറ്റും തകർത്തുകൊണ്ടിരുന്നപ്പോൾ ഹൃദയം നൊന്ത് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ രൂപതയുടെ പിതാവായ ഒലിവർ ഡാഷ് എന്ന് പറയുന്ന മെത്രാന് തൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം ഇപ്രകാരം വെളിപ്പെടുത്തി കൊടുത്തു: നീ എന്തിന് ഭയപ്പെടണം? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല എന്ന ആയുധമെടുത്ത് നീ രൂപത അംഗങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക, സമാധാനമുണ്ടാകും. ബൊക്കോ ഹറാമിനെ ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഇടപെടലിലൂടെ നിന്റെ രാജ്യത്ത് നിന്ന്, നിന്റെ രൂപതയിൽ നിന്ന് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്ന് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. ഇതനുസരിച്ച് ഈ കാലഘട്ടത്തിൽ തൻ്റെ രൂപതയിലുള്ള വിശ്വാസികളോട് ബിഷപ്പ് ഇപ്രകാരം അപേക്ഷിച്ചു: നിങ്ങൾ ജപമാലയെടുത്ത് പ്രാർത്ഥിക്കണം. ജപമാലയിലൂടെ പരിശുദ്ധയമ്മയുടെ പ്രത്യേകമായ ഇടപെടലിലൂടെ നമ്മുടെ രൂപതയിൽ, നമ്മുടെ രാജ്യത്ത് ബൊക്കോ ഹറാമിനെതിരായി സ്വർഗം ആഞ്ഞടിക്കുവാൻ പോവുകയാണെന്ന സന്ദേശം ഈ
മെത്രാൻ തൻ്റെ രൂപതയിൽ നൽകുകയപ്പോൾ രൂപതാംഗങ്ങൾ ഒന്നു ചേർന്നു മെത്രാൻ്റെ ഈ സന്ദേശത്തോട് ഒന്നു ചേർന്ന് ജപമാലയെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കാണുന്നില്ലേ, നൈജീരിയയുടെ നാനാഭാഗങ്ങളിലുണ്ടായിരുന്ന ഈ ബൊക്കോ ഹറാമിൻ്റെ എല്ലാ വ്യക്തികൾ ബൊക്കോ ഹറാം തീവ്രവാദികളെ ഉൾക്കാടുകളിലേക്ക് അവർ പിൻവലിഞ്ഞ് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൽ നിന്ന് സ്വർഗം അവരെ തടഞ്ഞിരിക്കുകയാണ് എന്ന സത്യം ജപമാലയിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ രൂപത അധ്യക്ഷനോട് ചേർന്ന് ഒരു രൂപതയിലുള്ള വിശ്വാസ സമൂഹം ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ തീവ്രവാദികൾ പിന്മാറുകയാണ്. ബൊക്കോ ഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ റെബേക്ക ബിട്രൂസ് എന്ന് പറയുന്ന ഒരു നൈജീരിയൻ യുവതിയുടെ ജീവിത അനുഭവം യുവതി പങ്കുവച്ചത് ഇപ്രകാരമാണ്. ബൊക്കോ ഹറാം തീവ്രവാദികൾ തന്നെയും തൻ്റെ കൂടെയുണ്ടായിരുന്ന തൻ്റെ കൊച്ചു മക്കൾ 7 3 വയസ്സ് പ്രായമുള്ള 2 കുഞ്ഞുങ്ങളെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോവുകയാണ്. അവരുടെ ക്യാമ്പിൽ ചെന്ന് കൊണ്ട് പാർപ്പിച്ചതിന് ശേഷം വിശ്വാസം ഉപേക്ഷിക്കുവാനായി നിർബന്ധിക്കുകയാണ്. തൻ്റെ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം, യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല എന്ന് അവൾ പറഞ്ഞ നിമിഷം തന്നെ 3 വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ അവർ അടുത്തുണ്ടായിരുന്ന നദിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളയുകയാണ്. പകച്ചു നിന്ന റെബേക്ക ബിട്രൂസ് വിശ്വാസം നഷ്ടപ്പെടുത്താതെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവളുടെ വിശ്വാസം ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് തീവ്രവാദികളുടെ മതപരമായ പ്രാർത്ഥനകളിൽ അവളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുവാനൊക്കെ നിർബന്ധിച്ച സമയത്ത് ബിട്രൂസ് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: എൻ്റെ വിരലുകൾ ഉപയോഗിച്ച് ഞാൻ ജപമാല ചൊല്ലുവാൻ തുടങ്ങി, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നിരന്തരം എൻ്റെ വിരലുകളിലൂടെ പരിശുദ്ധ കന്യകാമരത്തോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 വർഷത്തിന് ശേഷം ആ ക്യാമ്പിൽ നിന്ന് ഈ മകളെ മോചിപ്പിക്കുകയാണ്. പിന്നീട് ബിട്രൂസ് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: എൻ്റെ പരിശുദ്ധയമ്മ എൻ്റെ കൂടെ ഈ തീവ്രവാദ ക്യാമ്പിലുമുണ്ടായിരുന്നു. എൻ്റെ വിരലുകളെ ഞാൻ ജപമാലയാക്കി കൊന്തയാക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കും എന്നോട് കൂടെയുണ്ടായിരുന്ന എല്ലാവർക്കും മോചനം ലഭിച്ചു എന്ന് ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇതാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശക്തി. ഇതാണ് പരിശുദ്ധ കന്യകാമറിയം കാലത്തിൻ്റെ അടയാളമാണ് എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും സഹോദരങ്ങളെ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓസ്ട്രിയയിൽ വിയന്ന ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നു. ഇപ്രകാരം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിൽ വളരെ മൃഗീയമായി ആക്രമിക്കപ്പെട്ടും വലിയ ദുരന്തത്തിലൂടെ സഭയും ലോകവും മുന്നോട്ട് പോവുകയാണ്. ഓസ്ട്രിയയിലെ സകല ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻപിലൂടെ മൃഗീയമായി ആക്രമിക്കപ്പെട്ട് മുന്നോട്ട് പോയ സമയത്ത് ഒരു വിശുദ്ധനായ വൈദികൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധയമ്മ ഇപ്രകാരം ഒരു സന്ദേശം നൽകി: പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു. ഇപ്രകാരം ജപമാലയിലൂടെ കുരിശ് യുദ്ധം എന്നുള്ള സംഘടന ഓസ്ട്രേലിയയിൽ വ്യാപിപ്പിക്കുകയും 1947 ആരംഭിച്ച ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ 1955 വരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ ഫലമായി 1955 കമ്മ്യൂണിസ്റ്റ് പട്ടാളക്കാർ ഓസ്ട്രേലിയയിൽ നിന്ന് പിന്മാറുകയും ഓസ്ട്രിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയും ചെയ്തത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള ഇടപെടലാണ് എന്ന് ലോകത്തിനു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഐസിസ് ലോകത്തെ മുഴുവനും ആഞ്ഞടിച്ചപ്പോൾ, ക്രൈസ്തവരെ തകർത്തുകൊണ്ട് മൃഗീയമായി അനേകരെ വധിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകത്തോട് മുഴുവനും അപേക്ഷിച്ചു: നിങ്ങൾ ഉപവസിച്ച് പരിശുദ്ധയമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. ലോകത്തുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരുന്ന മാർപ്പാപ്പയോട് ചേർന്ന് ഉപവസിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഐസിസ് പരാജയപ്പെട്ടത് ഈ ആധുനിക കാലത്തെ സംഭവമല്ലേ? ജോൺ പോൾ 2 മാർപ്പാപ്പ 1984 മാർച്ച് മാസം 25-ാം തീയതി റഷ്യയെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടല്ലേ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകർന്നുപോയതും അവിടെ സമാധാനം സ്ഥാപിക്കപ്പെട്ടതും? പ്രിയമുള്ള സഹോദരങ്ങളെ, മറിയം കാലഘട്ടത്തിൻ്റെ അടയാളമായ
അമ്മയുടെ മക്കളായ നമ്മൾ അമ്മയോട് ചേർന്ന് ഈ കാലഘട്ടത്തിലും പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നു ചേർന്ന് നമ്മളെയും നമ്മുടെ സഭയെയും ഈ ലോകം മുഴുവനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ശുശ്രൂഷ തലങ്ങളെയും കുടുംബ ജീവിതത്തെയും എല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുമുമ്പിൽ ഈ നിമിഷം കാഴ്ചവെക്കാം. പരിശുദ്ധി അമ്മ, കാലഘട്ടത്തിൻ്റെ അടയാളമായ അമ്മ, ഈ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്, എന്നെ ഈശോയുടെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.